കഴക്കൂട്ടംകാർക്ക് ഗുണമെന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഒരു സ്വാധീനമുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ബന്ധമുള്ള ഒരു ആൾ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ കഴക്കൂട്ടത്തിൽ നല്ല രീതിയിൽ ഈ വികസനങ്ങൾ വരും. പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പുറത്ത് കുറേ ആരോപണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തവണ അദ്ദേഹത്തിൻ്റെ കാര്യം 3ാമത്തെ സ്ഥാനത്തേക്കാണ്. മറ്റ് രണ്ടുപേര് തമ്മിലാണ് നിലവിൽ മത്സരം. അപ്പോൾ അതിൽ കേന്ദ്രത്തിൻ്റെ ഒരു സഹായമുള്ള ഒരു വ്യക്തി ജയിച്ചു കഴിഞ്ഞാൽ കഴക്കൂട്ടം ജനതയ്ക്ക് വളരെ പ്രയോജനകരമായ വികസനങ്ങൾ വരുന്നതായി. മുരളീധരൻ കഴക്കൂട്ടത്ത് എന്തുകൊണ്ടും BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിൽ ജനാധിപത്യ വിശ്വാസികൾക്കെല്ലാം തന്നെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ആത്മാർത്ഥതയും സത്യസന്ധതയും നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞത്. ആ പ്രവർത്തനം കഴക്കൂട്ടത്തിൻ്റെ വികസനത്തിനും കഴക്കൂട്ടത്തിൻ്റെ മറ്റു ജനകീയമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അദ്ദേഹം ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് കഴക്കൂട്ടത്തുകാർക്ക് വിശ്വാസമുണ്ട്. സ്ഥാനാർത്ഥികളുടെ ഒരു ബലം വെച്ച് നോക്കുമ്പോൾ തന്നെ അദ്ദേഹം ആത്മാർത്ഥയും സത്യസന്ധതയും ജനകീയമായ ഒരു സ്ഥാനാർത്ഥിയാണ്. അഴിമതിയോ സ്വജനപക്ഷപാതമോ സകലം പോലും അദ്ദേഹം കൈമുതലാക്കിയിട്ടില്ല. മറ്റുള്ള സ്ഥാനാർത്ഥികളെക്കാട്ടി എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അഭിമാനാർഹമാണ്. അദ്ദേഹം കഴക്കൂട്ടത്ത് നിന്ന് വിജയിക്കും എന്നുള്ളതിൽ ശുഭാപ്തി വിശ്വാസമാണ് കഴക്കൂട്ടത്തുകാർക്കും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും.